Good morning to all. Mute ആണോ? No. അല്ലല്ലോ. Good morning. Good morning, ma'am. Good morning, Miss. എവിടെയും ആയിരുന്നു അല്ലെ? ആണോ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഓടി വന്നാണോ നീ? പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ല. Okay. Morning to all. Then how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. ഇംഗ്ലീഷ് ലേണിംഗ് ഇങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ ആരോടാ ചോദിക്കുന്നത് അല്ലെ? കുഴപ്പമില്ല. Okay, thank you for the response. അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പഠിച്ചത്. കംപ്ലീറ്റ് ആയോ? പറയൂ, കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിരുന്നു. ആയി കംപ്ലീറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ പറയുന്ന മൈക്ക് അൺമ്യൂട്ട് ആകും. എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, നമ്മൾ നോർമലി വീട്ടിൽ എല്ലാവരോടൊക്കെ സംസാരിക്കില്ല, അതേപോലെ നമ്മൾ എന്നോട് സംസാരിക്കാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്താൽ മാത്രം മതി, എന്നാലും എനിക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ ആണോ? എത്ര പെട്ടെന്നാ നോക്കിയേ. അൺമ്യൂട്ട് ചെയ്യാ, ഓക്കെ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് പറയൂ? പ്രസന്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഞാൻ മലയാളം സെന്റൻസ് പറഞ്ഞിരുന്നോ? ട്രാൻസ്ലേറ്റ് ചെയ്തോ? അതാണ് കഴിഞ്ഞു. അപ്പോ ഇനി നെക്സ്റ്റ് moving on the next tense as a present perfect tense. Present perfect means the action started in the past and continues in the present. That's a present perfect tense. Means നമ്മുടെ ഒരു ആക്ഷൻ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. സോറി, പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആക്ഷൻ പ്രസന്റില് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിരിക്കും. അറ്റ് പ്രസന്റിൽ തന്നെ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയി. മീൻസ് ഇപ്പൊ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആവാൻ കഴിയും, ഫിനിഷ് അല്ലെ? സോ നിങ്ങൾക്ക് ഈ ടെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് പറയാം. അതായത് എന്റെ ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ക്ലാസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഈ ടെൻസ് വെച്ച് പറയാൻ പറ്റും. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ മീറ്റിംഗ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എഴുതാം ചെയ്തിട്ടുണ്ട് എന്ന് എഴുതാട്ടോ. ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ രണ്ട് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. സോ ഞാൻ ഓരോ ടെൻസിലും എവിടേക്ക് യൂസ് ചെയ്യണം, ഏതൊക്കെ സാഹചര്യത്തിൽ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മാത്രമല്ല കേട്ടോ ഇതെല്ലാം യൂസ് ചെയ്യേണ്ടത്. മിസ് പറഞ്ഞു അവിടെ മാത്രം ചെയ്താൽ മതി. മിസ് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ മിസ് പറഞ്ഞ സിറ്റുവേഷൻസിൽ ഈ ടെൻസ് അവിടെ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നാലും എവിടെയും പോയി പറയരുത് കേട്ടോ. പൊട്ടത്തരാണ്. കാരണം ബിഗിനേഴ്സ് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് പറയുന്നത്. മനസ്സിലായോ? അത് അല്ലാതെ നമുക്ക് വേറെയും പല സാഹചര്യങ്ങളിലും സിറ്റുവേഷൻസിലും ഈ ടെൻസുകളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എവിടേക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ,
Then for present perfect എന്താണ് ചെയ്തിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത് കേട്ടോ. ചെയ്തിട്ടുണ്ട്. അപ്പോ സ്ട്രക്ചർ എഴുതാ subject plus has or have plus V3. Subject plus has or have plus V3. Subject plus has or have plus V3. Okay, structure എഴുതിയല്ലോ. Subject plus has or have plus V3 ആണ്. അതില് singular subject നെ കൂടെ നമ്മൾ has യൂസ് ചെയ്യും ട്ടോ. Singular subject used with has and plural subject used with have. Have has എവിടെയൊക്കെ യൂസ് ചെയ്യണം? Has singular subject നെ കൂടെയും have plural subject നെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് ട്ടോ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട verb എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. Has, have, had. ഇതിന് മൂന്നിന് ശേഷവും നമ്മൾ യൂസ് ചെയ്യേണ്ട verb എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? കംപ്ലീറ്റ് ആയോ നോട്ട്? കംപ്ലീറ്റ് ആയി മാം. മിസ് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, നമ്മള് ഇപ്പോഴത്തെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പ്രസന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ പ്രസന്റിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാൻ പറ്റും. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം മീനിങ്. നമ്മൾ അത്യാവശ്യം ആ രീതിയിലാണ് പറയുന്നത്, ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാ പറയാ? ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ സബ്ജക്ട് വരുന്നത് ഞാനാണ്, ഐ ആണ്. ഐ സബ്ജക്ട് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഏത് modal verb യൂസ് ചെയ്യണം? ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് ആണ്. അപ്പൊ ഐ ഹാവ്. ഇവിടെ വെർബ് ഏതാ വരാ? പൂർത്തിയാക്കിയിട്ടുണ്ട്. വെർബ് ഡൺ. ഡൺ പറയാം, കംപ്ലീറ്റഡ് പറയാം, ഫിനിഷ്ഡ് പറയാം. എല്ലാം പറയുമ്പോ V3 ആയിരിക്കണം എന്ന് മാത്രം. ഓ, I have done my homework. That's all. Okay, I have done my homework. I have finished my homework. I have completed my homework. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മലയാളം സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എഴുതൂട്ടോ, അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യൂട്ടോ.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. Okay. He has went to his friend's house. He has gone to his friend's house. He has been to his friend's house. He has gone to his friend's house. He has ghosted. He has gone. Yeah. Okay. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവിടെ സബ്ജക്ട് വരുന്നത് ഹി ആണ്. ഹി ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഹാസ് ആണ്. അത് ഓൾറെഡി ക്ലിയർ ആണ്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹി ഹാസ്. ദെൻ നമ്മൾ യൂസ് ചെയ്യേണ്ട വീട്ടിൽ ഫോം ആണ്. പോകുക എന്നതിന്റെ വീട്ടിൽ ഫോം. Go, went, gone. So we use the third form of the verb, gone. He has gone to. അവിടെ ഒരു preposition വേണം, to അല്ലെ, എങ്ങോട്ടേക്കാണ്, ഡയറക്ഷൻ ആണ്, എങ്ങോട്ടേക്കാണ് പോയത്, to his ഫ്രണ്ടിന്റെ വീട്, ഫ്രണ്ട്സ് ഹോം. അപ്പോസ്ട്രോഫി ഒരു എസ്, ഫ്രണ്ടിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുത്തതിന് കറക്റ്റ്. He has gone to his friend's house or friend's home. Here apostrophe s ആണ് കൊടുക്കേണ്ടത്. നോട്ട്സ് എല്ലാവരെയും വെറുതെ എസ് ആയിട്ട് കഴിഞ്ഞാല് ഗൂഗിൾ ഫോം ആയിട്ട് മാറും. He has gone to his friend's house. Okay, and the next Malayalam sentence is our ആ സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അവർ ആ സിനിമ അല്ലെങ്കിൽ അവർ ഈ സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അവർ ഈ സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അവർ ഈ സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ആലോചിച്ച് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. അവരാണ്, യെസ് അവരാണ് കേട്ടോ, പ്ലൂറൽ ഫോം ആണ്, അവരാണ്.
Okay, correct. They have seen this movie before. They have seen this movie before. They plural ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട have ആണ്. have ന് ശേഷം യൂസ് ചെയ്യേണ്ട V3 form. Seen ആണ്. Seen this movie before. This film. അല്ലെങ്കിൽ they have watched this film before എന്ന് പറയും. They have watched യൂസ് ചെയ്യാം. Seen നെക്കാൾ കുറച്ചുകൂടി better watched ആണ്. Watched this movie or film before. ഇങ്ങനെയാണ് വരാം. They have watched this movie before. ഈ സിനിമ അവർ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയാം. കറക്റ്റ് ആണ് കേട്ടോ. ഓൾറെഡിയും പറയാം. മിസ്റ്റേക്ക് ഒന്നുമില്ല. മൂവി ഓൾറെഡി ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് പറയാം. ഇനി ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് തരാം. ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. അവൾ ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട്. അവൾ ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട്. അവൾ ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട്. നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. അവൾ അവളുടെ റൂം ഇതിനകം വൃത്തിയാക്കിയിട്ടുണ്ട്. 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 അവൻ അവന്റെ കീ അവന് അവന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് അവന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ അവന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അവൾ അവന് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവൾ അവന് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൾ അവന് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൻ അത്താഴം പാചകം ചെയ്തിട്ടുണ്ട്. അവൻ അത്താഴം പാചകം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം.
Okay, എല്ലാവരും എഴുതി കഴിഞ്ഞോ? I have eaten lunch. I have eaten lunch. Lunch കഴിച്ചിട്ടുണ്ട്. Eaten ആണ് വരാ കേട്ടോ. I have eaten lunch. Then she has seen the museum. She has seen ആണ് വരാ, visited ആണ് വരാ. She has visited this museum. അല്ലെങ്കിൽ she has visited the museum എന്ന് പറയും. She has visited the museum. Okay, and then you have read this book. Now read, the read അല്ലാണ്ട് വായിക്കാം. Read ആണ് മിത്രി ഫോം അല്ലേ, read ആണ് കേട്ടോ വായിക്കാം. You have read this book. She has already cleaned her room. She has already cleaned her room. He has lost his key. Yeah. We have started a new project. We have started a new project. I have heard that song. She has written a letter for him. He has cooked dinner. I have watched that movie. I have watched that movie. I have seen that movie എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. I have eaten lunch. She has visited this museum. This or the museum. We have read this book. She has already cleaned her room. He has lost his key. We have started a new project. I have heard that song. She has written a letter for him. He has cooked dinner. Okay. I have seen that movie. Clear ayo? She had a letter. Soumya had a la has Soumya. Okay, എങ്ങനെയുണ്ട്? Present perfect tense എങ്ങനെയുണ്ട്? Was it? How's it? How's it? Simple ആണോ? Clear ആണോ? മനസ്സിലാവുന്നുണ്ടോ? Tense എല്ലാം മനസ്സിലാവുന്നുണ്ടോ? I have listened to that song. She has listened പറയാം. Listened. കേൾക്കുന്നു എന്ന് പറയുന്നു. Heard ആണ്. കേട്ടിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുക എന്നാണ് വരാം. കുഴപ്പമൊന്നുമില്ല. I have eaten my lunch. She has visited this museum. You have read this book. She has already cleaned. Okay, cleaned ആണ്. Spelling mistake ആയിരിക്കാം maybe. Cleaned her room. He has lost his key. We have started a new project. I have heard that song. She has written a letter for him. He has cooked dinner. I have watched that movie. Okay, clear ആയോ? Tense മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യൂ. ഇത്രയും നേരം ഞാൻ മലയാളത്തിൽ പറഞ്ഞു, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തു അല്ലെ. ഇനി ഒരു 5 എക്സാമ്പിൾ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് അത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഈ ടെൻസ് വെച്ചിട്ട് ഒരു 5 എക്സാമ്പിൾ എങ്ങനെ വേണമെങ്കിലും. ഞാൻ പറഞ്ഞ മലയാളവുമായിട്ടൊരു ബന്ധമൊന്നും വേണ്ട, അല്ലാതെ പുതിയ കുറച്ച് എക്സാമ്പിൾസ് ഒരു 5 എണ്ണം വീതം എല്ലാവരും ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. യൂസ്ഡ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ആലോചിച്ചോ. നിങ്ങളൊരു 5 എക്സാമ്പിൾസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യാം. ടെൻസ് മീൻസ് അടുത്തൊരു ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു 5 എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ,
പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂട്ടോ, ടൈം കഴിയരുത്. 12:30 മുൻപ് എല്ലാവരും എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ.
Okay. Shamina, I have learned English. They have gone to Ernakulam. He has bought a new phone. She has visited the place. She has joined an online class. Correct. He has written a new story. He has broken his toys. He has finished your meal. I have cleaned in the garden. We have watched that movie. Yeah, correct, Chitra. I have finished my homework. He has gone to school. She has lost her purse. I have studied at home. They have bought a new car. Correct, G. We have a dream. Yeah. We have a party tomorrow. We have a meeting in the afternoon. സൗമ്യ മിസ്റ്റേക്ക് ഒന്നുമില്ല കറക്റ്റ് ആണ് പക്ഷെ നമ്മളിത് വെറുപ്പായിട്ടല്ല യൂസ് ചെയ്തത് കേട്ടോ നമ്മൾ സൗമ്യ നോണിനെ ബേസ് ചെയ്തിട്ടാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെർബ് വെച്ചിട്ടല്ല കേട്ടോ ഓക്കെ വെർബ് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ചെയ്യൂ കേട്ടോ ആൻഡ് മെരി ഐ ഹാവ് ബീൻ ഞാൻ പറഞ്ഞില്ലല്ലോ ബീൻ വേണ്ട കേട്ടോ I have gone for a walk. He has eaten all the cookies. The baby fallen asleep. I have finished my homework. I have been mistake ആണ് അതുപോലെ തന്നെ the baby fall അത് നമ്മൾ ഉദ്ദേശിച്ച ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പൊ അങ്ങനെ കറക്റ്റ് ആണേ അതിനാ she has already done the report. The team has won the championship. She has finished her painting for the exhibition. The cat has caught a mouse in the garden. It has rained all morning. Ground is wet. Yeah, I have watched the back. She has been wandering. She has lost the key to her house. Key of her house. She has gone to Dubai a vacation or on a vacation. I have known him since childhood. She has parked his car on the road. We have started our journey to home. She has finished reading her book. Okay, finished reading. Okay, correct. Okay, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. I have been to that place. Been വേണ്ട. Okay. നമ്മുടെ noun ബേസ് ചെയ്തിട്ടൊക്കെയാണ് been വരുന്നത് കേട്ടോ. I have bought. I has bought. No. I has അല്ല. I have ആണ് കേട്ടോ. Have not has. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്നോട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ നന്നായിട്ട് പഠിക്കൂട്ടോ. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ പറയുന്നതല്ല. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. So study well. Okay. So that's all. Until the next class. Okay. So thank you all. See you on next class. Okay. Thank you. Thank you, ma'am. Okay, next class continue ചെയ്യാട്ടോ. Okay. If doubt ഉണ്ടെങ്കിൽ next class വരുമ്പോൾ ചോദിക്കും. Yeah. So bye to all.